ബീട്രൂട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തത്. അത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക. കാരണം കഷ്ണങ്ങളാക്കിയില്ലെങ്കിൽ അത് വേവാൻ കുറച്ച് സമയം എടുക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ടെങ്കിൽ വേഗം വെന്ത് കിട്ടും. അത് കുക്കറിലിട്ടു. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ഇത് ഒരു പിടി കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കയ്യിലുള്ളത് ഇടുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ച് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് 2 മിനിറ്റും കൂടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. പിന്നെ അതിൻ്റെ പ്രഷർ പോകുമ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്കാണ് നമ്മൾ പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഈ വെള്ളം പാകമാവുന്ന വരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടി എത്രയാണെന്ന് അളവറിയില്ല, നമ്മൾ എടുക്കുന്ന വെള്ളവും ബീട്രൂട്ടിൻ്റെയും അനുസരിച്ചിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ മാവ് ശരിക്കും കുഴയ്ക്കാറാവുന്ന അത്രയും പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് ബീട്രൂട്ട് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ വെള്ളം മൊത്തം നമ്മൾ പോകണമെങ്കിൽ കുറേ പൊടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഏകദേശം കണക്കാക്കി അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ബീട്രൂട്ടിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വേഗം വെന്ത് കിട്ടും ചെയ്യും. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ, അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. വേവാണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മയത്തിൽ അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് വേവിച്ചിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ചപ്പാത്തി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ ക്യാരറ്റ് ചപ്പാത്തിയും ബീട്രൂട്ട് ചപ്പാത്തിയൊക്കെ നല്ല സ്വാദുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ അത് നല്ലതാണ്. പിന്നെ എല്ലാം കുഴച്ചൊക്കെ നമ്മളിങ്ങനെ കുറച്ച് റഫായിട്ടൊന്ന് കുഴച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിപ്പോൾ നെയ്യാണ് ആക്കിയത്. നമ്മൾ മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതാണിത്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് പരത്തി സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കണ പോലെ ചുടാം. പൊടിയൊക്കെ കുറേശ്ശെ ആക്കിയാൽ മതി കേട്ടോ. കാരണം പൊടി ഇതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ പ്രസ്സിലാണെങ്കിൽ എണ്ണ പരത്തിയിട്ട് ഇത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ല കളർ വരും. ഇത് പൊടി തൂവിയ കാരണമാണ് കളർ ഇങ്ങനെ കുറവ് തോന്നുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള തവയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഫ്ലെയിമില്ലെങ്കിൽ ഇതുപോലെ പൊള്ളച്ച് വരില്ല. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മുടെ ബീട്രൂട്ട് ചപ്പാത്തി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക.